മമ്മൂട്ടിക്ക് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഉണ്ട് ഇടാ അല്ലേ. 0369 അതും ടാക്സി വണ്ടി. പൈസ ഇല്ലേ? നമ്പറൊക്കെ ഓ ഏത് മൂട് ഗായ്സ്. ഇതെന്താന്ന് ക്ലച്ച് എന്താ ഇങ്ങനെ? മൂപ്പർക്ക് പറ്റിയ എന്താ പറയുക, കുറെ പേർക്ക് പൈസ കടം കൊടുത്തു അതിൽ മൂഞ്ചി. ഹലോ മൈ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ നമ്മൾ വണ്ടി എടുക്കാൻ പോവാണ്, പാർക്കിൽ നിന്ന് എടുക്കാൻ പോകണം. ആ പരിപാടികളാണ്. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. രാവിലെ എണീറ്റില്ല, ഉച്ചയ്ക്ക് എണീറ്റ് 12 മണി നമ്മൾ എണീറ്റ് മൂപ്പര് വണ്ടി എടുക്കാൻ പോകണം. വേറൊരാളും വണ്ടി എടുക്കുന്നുണ്ട്. ആളെവിടെ പോയി? വണ്ടി എവിടെയാണാവോ? എവിടെയാണ്? നല്ല ദൂരമാണോ? എടുക്കില്ല. ഇതെവിടെ ഒരു PMB വണ്ടി ഇരിക്കുന്നുണ്ട്. ഇതൊമ്പോ സൈഡിലൊക്കെ ഇതില്ല. ഓക്കെ, നിങ്ങളുടെ വണ്ടിയാണോ അത്? ഇപ്പോൾ ഓക്കെ, ഒരാൾ പോയി നിങ്ങളുടെ വണ്ടി എടി അതായിരിക്കുന്നു. അതാ അവിടെ വണ്ടി, അവിടെ വണ്ടി മാറ്റി. പിന്നെ ഓടാൻ പോയില്ല രാത്രി വീണ്ടും. കഷ്ടപ്പാടാണ് അല്ലേ? ഇനി രാത്രി ഓടാൻ പോയി. നമ്മളാണ് പണിയെടുക്കാണ്ടിരിക്കുന്നത് നാട്ടിൽ നിന്ന് വന്നിട്ട്. നമുക്ക് നാളെ വണ്ടി എടുക്കാൻ പോകണം ഗൈസ് ഓഫീസിൽ. ഈ സ്റ്റിക്കറോ നമ്പറൊക്കെ ഓ ഏത് മൂട് ഗൈസ്. അവിടെ കേരളത്തിൽ മമ്മൂട്ടിക്ക് മാത്രമുള്ള സാധനം ഇവിടെ കർണാടകയിൽ നമ്മുടെ ഇരിക്കുന്നു. നോക്കിയേ, ഇത് ചോദിച്ചു വാങ്ങിച്ചാണോ? ഏതല്ലേ ഏതല്ലേ? അന്ന് നമ്മൾ അവിടെ പോയപ്പോൾ കണ്ട വണ്ടിയാണ് ഗൈസ്. നോക്കിയേ 369. ഇതാരുടെ വണ്ടിയാണെന്നറിയോ? ഇത് മൂപ്പരുടെ വണ്ടിയാണ്. നമ്പർ ആരുടെയെന്നറിയോ? ഏതല്ലേ? സീനില്ലേ നല്ലത് കിട്ടിയത്, അടിപൊളിയായി. PMB അല്ല ഇതേതത്? സെൻപ്ലസിലെ വണ്ടിയാണ് ഗൈസ്. ആഡൊക്കെ ഉണ്ട്, ആഡ്. അൺലോക്ക് ചെയ്തേ. ഇന്റീരിയറൊക്കെ നല്ലതാക്കി വെച്ചിട്ടുണ്ടല്ലോ. പാട്ടില്ല അല്ലേ? അതാണ് അതിൽ പ്രശ്നം. പക്ഷെ PMBയിലെ വണ്ടികൾക്ക് എല്ലാത്തിനും പാട്ടുപെട്ടി ഉണ്ടാവും. നല്ല വണ്ടികളായിരിക്കും മാക്സിമം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ രാവിലെ എടുക്കുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. 4 വീല് എയർ ചെക്ക് ചെയ്യുക മീൻസ് നോക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇതാ എപ്പോഴും വൈപ്പറിലെ വെള്ളം ഒഴിച്ചു വിടുക, ഉള്ളത് ഒഴിച്ചു വിടുക. കുടിക്കാൻ എടുത്തിട്ടുണ്ടോ? അപ്പോൾ ഫീൽ ചെയ്യും. എടുത്തിട്ടുണ്ടോ? ഇത് ചൂടായി ഉള്ളത് കുടിക്കാൻ പറ്റും. അപ്പോൾ വേറെ കുടിക്കാൻ വേറെ വാങ്ങിച്ചാൽ കാരണം വെള്ളം കുടിക്കില്ല. മഴ ആയതുകൊണ്ട് വെള്ളം കുടിക്കില്ല. ഇവിടെ ബാംഗ്ലൂർ മഴയുണ്ട് ഗൈസ്. ഇവിടുത്തെ മെയിൻ പ്രശ്നം വരിക ബാറ്ററിയാണ്. എല്ലാ വണ്ടികളും കാരണം ഓഫീസിൽ കുറേ നിർത്തിയിട്ടുണ്ടാവും. പൂപ്പല മറ്റേ സാധനമൊക്കെ അടിച്ചിട്ട്. ഇവിടെ മെയിൻ പ്രശ്നം എന്താണ്, ബാറ്ററി പെട്ടെന്ന് ഓഫ് ആവും. ഇതൊന്ന് തള്ളി ചാട്ടി കുറച്ചുകൂടി ശരിയാവും, ചിലപ്പോൾ പിന്നെയും ഇതാവും. ഇപ്പോൾ റേഡിയേറ്ററിൽ കൂളൻ്റ് ഉണ്ടാവും, പെട്ടെന്ന് കമ്മിയാവില്ല. എന്താ നിറച്ചിരിക്കുന്നുണ്ട്. ചൂടാവുമ്പോൾ ഒന്നും തുറക്കരുത് കേട്ടോ ആരും, പണിയാണ്. സുക്കുന്ന് പൊങ്ങുക സാധനം, പിന്നെ അടുത്ത പണി കിട്ടും. കുഴപ്പമില്ല. ഇൻറ്റീരിയൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നീറ്റായിട്ട് കൊണ്ടുപോകണം. കാരണം കസ്റ്റമർ അതിൻ്റെ ഉള്ളിലകത്തിരിക്കുമ്പോൾ അവർക്ക് ബാഡായിട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഓയിൽ ചെക്ക് ചെയ്തിട്ടില്ല, ഓയിലും കൂടി ഓയിൽ ചെക്ക് ചെയ്യട്ടെ. ഓഫ് ഓയിൽ പൊങ്ങുമല്ലെങ്കിൽ ഓഫ് ചെയ്ത് ചാവണ കാഞ്ചലാവും ആണ് വണ്ടി. ഇതിൽ അവസ്ഥ CNG ഫുള്ളാണ് കേട്ടോ. ഫുള്ളല്ല, 2 ഘട്ടം കുറവുണ്ട്. പെട്രോൾ ഇല്ല ഇല്ല. പെട്രോൾ നമ്മളങ്ങനെ അടിച്ചു വയ്ക്കില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് CNGയിലെ ഓടുക, അത്ര നോക്കുള്ളൂ. ഇഗ്നിഷൻ ഓഫ് ചെയ്യും. നിങ്ങൾക്ക് തുണിയല്ലേ ഇരിപ്പുണ്ടോ? ഇതാ ഇറങ്ങണല്ലോ. വണ്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ഫില്ല് ചെയ്ത് സെറ്റ് ചെയ്ത് ഓയിലൊക്കെ നോക്കണം. കുറച്ചോ ഓട്ടോ അടിക്കണില്ലേ? ഇന്നലെ രാത്രി മുതലേ ഉണ്ട് ഒരു കുറവ്. കുറവുണ്ട്, കുഴപ്പമില്ല. ഇടാൻ പറ്റുന്നില്ല. സെറ്റായി. ഇതാണ് രാവിലത്തെ പരിപാടി. നമ്മൾ നാളെ ഓഫീസിൽ പോയിട്ട് വണ്ടി എടുക്കാം. നാളെ രാവിലെ പോകണ്ട, ഞാൻ കാണിച്ചു തരാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ PG പോകണം, കിടന്നുറങ്ങണു. ഇനി നമ്മൾ നാളെ രാവിലെ പോകണം. ഇന്ന് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഊട്ടിയിൽ നിന്നുള്ള വ്ളോഗ് ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഈ വീഡിയോ വരുമ്പോഴേക്കും അപ്പോൾ ഒന്ന് കാണാം. അതുപോലെ ഊബറിൻ്റെ കുറച്ച് വീഡിയോസിനൊക്കെ ആയിട്ട് നമ്മുടെ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് വെക്കലാം.
നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ് ആയിരിക്കും. അതിനൊക്കെയായിട്ട് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സെറ്റായിരിക്കുക. ഇൻസ്റ്റാഗ്രാം ID മിസ്റ്റർ പൈലി എന്നാണ്, അതൊന്ന് ഫോളോ ചെയ്യട്ടോ. പിന്നെ വണ്ടിയിൽ മെയിനായിട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, വലിയ സ്ക്രാച്ച് ഇല്ലാത്തൊക്കെ എടുക്കുക. അതുപോലെ പിന്നെ മറ്റേ ഇരിക്കുന്നുണ്ടാവും, മറ്റേ ഫയർ അയക്കാനല്ലേ നോക്കാനുള്ള സ്ഥലമല്ലേ അതായിരിക്കുന്നത്, അതൊക്കെ ഉണ്ടാകും നോക്കുക. സ്റ്റെപ്പിന് നോക്കുക, ടയറിൻ്റെ അവസ്ഥ, അതുപോലെ വീൽ സ്പാനർ, ജാക്കി ഒക്കെ നോക്കുക കേട്ടോ. വണ്ടി എടുക്കുമ്പോൾ നോക്കണ്ട. പക്ഷേ ഈ വണ്ടിയാണ് മെയിൻ സാധനം. ഇവിടെ എന്തായാലും ഫോട്ടോ എടുക്കട്ടെ. മമ്മൂട്ടിക്ക് മാത്രമല്ല നമ്മുടെ കയ്യിൽ ഉണ്ട് ഇടാം അല്ലേ. പണ്ടൊക്കെ തുടയ്ക്കണം ഫുള്ള് പൊടിയായിട്ടേ. ബാംഗ്ലൂരിലെ അവസ്ഥ ഒരു കാര്യം പറയട്ടെ, ഫുള്ള് പൊടിയാണ്. നമ്മൾ എത്ര വണ്ടി കഴുകിയാലും പെട്ടെന്ന് തന്നെ പൊടി പിടിക്കും, നല്ല പൊടി പിടിക്കും. AC ഒക്കെ ഇട്ടിട്ട് ഓടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഗ്ലാസ് താത്തിയിട്ട് ഓടിക്കാനാൽ പെട്ടെന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ പൊടി പിടിക്കും. പിന്നെ AC ഇടുമ്പോൾ വേറെ പണിയാണ്. വൈകിട്ട് ഇറങ്ങാനാ ഇത് ഇവിടെ തുടച്ചോ. ക്ലച്ച് നോക്കണം വണ്ടിയിൽ, ക്ലച്ച് ചെറുത് ടൈറ്റ് ഉണ്ട്. അത് കേബിൾ ആയതുകൊണ്ട് ടൈറ്റ് ഉണ്ടാവും. മാക്സിമം ഫ്രീ ആയിട്ടുള്ള എടുക്കാൻ നോക്കുക. ക്ലച്ച് ടൈറ്റുള്ള എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഓടിക്കും കുഴപ്പമില്ല, പക്ഷേ ട്രാഫിക്കിലൊക്കെ പെട്ട് കഴിഞ്ഞാലേ വണ്ടി താങ്ങി എടുക്കുമ്പോൾ മാനുവലല്ലേ, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഉള്ളിൽ എന്തെങ്കിലും ബാക്കിൽ കഞ്ചർ കേട്ടോ. ഇവിടെ CNG ടാങ്ക് വരുന്നുണ്ട്. സ്റ്റെപ്പിനില്ലല്ലോ, എവിടെ പോയി? അടിപൊളി. സ്റ്റെപ്പിന് നോക്കിയോട്ടാ, അതിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, തുണി ഇരിപ്പുണ്ട്. വേറെ വീൽ സ്പാൻഡ് ജാക്കി ഒന്നില്ലേ? അടിപൊളി. ഞാൻ ഇത്ര നേരം പറഞ്ഞപ്പോൾ എന്തിനാ, ഒന്നില്ല. അത് അടുത്ത വർഷം മുമ്പ് സെറ്റ് ചെയ്തോട്ടാ. സ്റ്റെപ്പിന് ഇടുക, സ്റ്റെപ്പിന് മേലെ. ഇതാണ് CNG ടാങ്ക്, ഇതാണ് അതിൻ്റെ വാൾവ് വരുന്നത്. ഇത് എപ്പോഴും ഓണായിരിക്കും. എവിടെയെങ്കിലും ഇവിടെ ലീക്കാവില്ല, ലീക്കാവും ചിലപ്പോൾ. വെളിയിൽ എവിടെയും ലീക്ക് ആയിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഓക്കെ, ഇതാണ് ബാക്കിലെ അവസ്ഥ. 369. ഇങ്ങനെയാണ് നമ്മൾ രാവിലത്തെ പരിപാടികൾ. KA 05 AP 0369, അതും ടാക്സി വണ്ടി. കുറച്ച് നേരം ഓപ്ഷൻ ആയിക്കോട്ടെ, 6 മണിയാകുമ്പോൾ ഇറങ്ങിയാൽ മതി. കുറച്ച് നേരം കിടന്നിട്ടൊക്കെ റെസ്റ്റ് എടുത്തിട്ട് ചില സമയങ്ങളിൽ ഓർഡർ ഉണ്ടാവില്ല കൈസ്, അതാണ്. ഇതെന്തത് ക്ലച്ച്? ഇതെന്താന്ന് ക്ലച്ച്? എന്താ ഇങ്ങനെ ക്ലച്ച്? എന്താ ഇങ്ങനെ? ഇത് ടൈറ്റ് അല്ല, ഇത് മരവിച്ചത്. കൂട്ടാൻ പറയുന്നില്ലേ? ഇല്ല, ഞായറാഴ്ച വെറുതെ ഒരു റെന്റ് വെറുതെ കൊടുക്കും. തിങ്കളാഴ്ച റെന്റ് കൊടുക്കണം. വീഡിയോ ഓക്കെ ക്ലച്ച് മാത്രമേ സീനുള്ളൂ. ചെറിയ സീനൊന്നുമില്ല. അതടുത്ത് ബാക്കി വണ്ടിക്ക് ഒരു സൗണ്ടാ, ബഹള, ഒരു പുഷിന് ഒരു കുഴപ്പമില്ല. സ്റ്റിയറിംഗ് ഒക്കെ സ്മൂത്താണ്. പണിയെടുത്ത് വരൂ, ലക്ഷങ്ങൾ സമ്പാദിച്ചു വരൂ. ഓക്കെ, ഉമ്മയൊക്കെ തരുന്നുണ്ട്. ഓക്കെ, നമുക്ക് പോവാ. എന്താ റെഡി? ഇനി നമുക്ക് നിങ്ങൾ നാട്ടിൽ പോകില്ലേ? ഇപ്പം എൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. പോയിട്ട് ഒരേ ചിലവാണ്. ആരാണ് ഫോട്ടൊക്കെ വെച്ചൊരു സീൻ? നമ്മളാൾക്കാരനാണല്ലോ. അതെ, മുസമ്പി ഓറഞ്ച് ജ്യൂസൊക്കെ ഇവിടെ നന്നായി കിട്ടും കേട്ടോ. പച്ച മുസമ്പി നമ്മളെ മടിവാളയിൽ ഏത് സ്ഥലത്ത്? തവരക്കരയിൽ BTM പാർക്കിൻ്റെ അങ്ങോട്ട് പോകണം. അവിടെ ഫ്രൂട്ട്സ് വേണോ? തണ്ണിമത്തം കഴിക്കാം. തണ്ണിമത്തം മതിയില്ലേ? ഫ്രൂട്ട്സ് വേണോ തണ്ണിമത്തം വേണോ? അന്ന് മിക്സ് എടുക്കും. തണ്ണിമത്തം മാത്രമാക്കി പിടിച്ചോ? നിങ്ങൾക്ക് അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പപ്പായും തണ്ണിമത്തനും മാത്രമാക്കി എന്നാൽ രണ്ടും കൂടി മിക്സ് ചെയ്ത് തരാൻ പറ്റും. പപ്പായ വാട്ടർ മെലൻ മിക്സ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കിട്ടും.
30 ആണ് ബൈ 30 30 രൂപ ഒരു പ്ലേറ്റിന്. ക്വാണ്ടിറ്റി ഞാൻ കാണിച്ചു തരാം. ഒരു പ്ലേറ്റ് നിറച്ച് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ ചൂടത്തൊക്കെ ആണെങ്കിൽ സെറ്റാണ്. നാട്ടിലിത് അടിപൊളിയായിരിക്കും. പക്ഷേ ഈ 30 രൂപ ഭയങ്കര കൂടുതലാണ്. ബാംഗ്ലൂരിൽ അത്ര ചൂടില്ലല്ലോ. ഇതാണ് ഇതിൻ്റെ ബിസിനസ്. കാരണം ഈ ഒരു പ്ലേറ്റിന് 30 രൂപ വാങ്ങിക്കുമ്പോൾ ഒരു വാട്ടർ മിലൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെ ഒരു കിലോന് 25 റുപ്യ. ഒരു കിലോന് അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ലാഭാച്ച് നോക്കി. ഇപ്പോൾ 100 രൂപയ്ക്ക് 4 കിലോ കിട്ടും. 4 അല്ലേ? 4 കിലോയിൽ ഒരു എത്ര പ്ലേറ്റ് ഉണ്ടാവും? 10 പ്ലേറ്റ് ഉണ്ടാക്കും അല്ലേ? 4 കിലോ തണ്ണിമത്തിൽ ചുരുങ്ങിയത് 10 പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം എത്രയും 10 100 രൂപേൻ്റെ തണ്ണിമത്തിന് ഇങ്ങനെ ആയി കൊടുത്തതിന് 10 × 30 300 റുപ്യ അവിടെ. അതാണ് ഇവിടുത്തെ ബിസിനസ്. നമ്മളത് ചിന്തിക്കില്ല. എത്ര ഒരു പ്ലേറ്റ്? 30 റുപ്യ. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം എടുക്കുക. ഞാൻ എൻ്റെ പോയിന്റ് ആയിട്ട് കൊടുക്കാം. അതായത് നമ്മൾ പീജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. തിരിച്ച് റൂമിൽ പോകണം. നാളെ വൈകുന്നേരം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇടാം. ഇതാണ് പി ജി. വീടാണോ പി ജി ആണോ? ഞാനിപ്പോൾ കോൾ എടുക്കാൻ ഞാൻ നോക്കണേ. വൈകുന്നേരം കറക്റ്റ് രാവിലെ നാട്ടിൽ പോകണല്ലോ. പോ എങ്ങനെയുണ്ട് ഊബർ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഊബർ? എങ്ങനെയുണ്ട്? ഇല്ല കാര്യം പറയും. പൈസ ലാഭമുണ്ടോ നഷ്ടമാണോ? ലാഭം. ഓടിയ ലാഭം. കഷ്ടപ്പെട്ട ലാഭം. കഷ്ടപ്പാട്ട് വരുമ്പോൾ കോലം അങ്ങനെയൊക്കെ. കഷ്ടപ്പാടാകുമ്പോൾ കോലമൊക്കെ മാറും. കയ്യിൽ പൈസ ഉണ്ടാവും. ചെലവാക്കിയില്ലെങ്കിൽ പൈസ ഇല്ലേ? കണ്ട അതാണ്. ഒരു ദിവസം എത്ര രൂപ കൂടും? 4000. 4000 രൂപ കൂടും ശരിക്കും? എത്ര രൂപ ബാലൻസ് ഉണ്ടാവും? 3800 മുമ്പേ ഞാനൊക്കെ കേട്ടിട്ടാണ് പറയും. കഷ്ടപ്പെടണം കേട്ടോ. 4000 രൂപയ്ക്കാണെങ്കിൽ ചിലപ്പോൾ ഒരു 18 മണിക്കൂർ, ചിലപ്പോൾ 15 മണിക്കൂർ കണ്ടോ? 14 മണിക്കൂറൊക്കെ മതി സൂപ്പറായിട്ട് അടിക്കാം. കഷ്ടപ്പെട്ടാലേ ഉള്ളൂ. അല്ലാണ്ട് ചിലവർ വരും ഇവിടെ വന്നിട്ട് നമ്മളൊക്കെ റെഫറിൽ വന്നിട്ട് പണിയെടുത്തിട്ട് ബ്രോ നിങ്ങൾ പറ്റിക്കലാണ് അങ്ങനെ. ഞാൻ ആരുടെ വരാനൊന്നും പറ്റില്ല. മൂപ്പര് മണ്ടത്തിൽ വന്നാണ്, നിങ്ങളും വന്നാണ് മൂപ്പർക്ക്. പക്ഷേ മൂപ്പർക്ക് പറ്റിയ എന്താണെന്ന് അറിയാം, കുറേ പേർക്ക് പൈസ കടം കൊടുത്തു. അതിൽ മൂഞ്ചി. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. കറക്റ്റായിട്ട് പോകേണ്ടത്. ഇപ്പോൾ നാട്ടിൽ പോകണം. സത്യം പറഞ്ഞാൽ ഒരാൾക്കും കടം കൊടുക്കരുത്. 10-200 കുഴപ്പമില്ല. 10-2000 കൊടുത്തേ മൂഞ്ചി പോവുള്ളൂ. അപ്പോൾ ഗൈസ് അങ്ങനെയാണ്. അപ്പോൾ നാളെ നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും ആദ്യം വരിക. നമ്മൾ വണ്ടി ഓഫീസിൽ പോയി എടുക്കുന്ന എല്ലാം നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റ ഐഡി ആയിട്ടുള്ള മിസ്റ്റർ പൈലി എന്നുള്ള അക്കൗണ്ട് കൊണ്ട് ഫോളോ ചെയ്യണം. ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഊബറിന് എന്തെങ്കിലും ചെയ്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പറ്റുമോ, ലാഭം ഉണ്ടാവും എന്നൊക്കെ അറിയാൻ പറ്റും. അത്രയുള്ളൂ. ഓക്കെ ഗൈസ് ടാറ്റ ബൈ. സീ യു. എല്ലാവരും സേഫായിട്ടിരിക്കുക, സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക. ഫോക്കസ് ഓൺ യുവർ കരിയർ. ടാറ്റ.